തിരുപ്പാവൈ പാസുരം പാസുരം 15. ഈ പാസുരത്തിൽ ആണ്ടാളമ്മയും സഖിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. 10ാമത്തെ സഖിയെ വിളിച്ചുണർത്താനായിട്ട് അവളുടെ വീട്ടുപടിക്കൽ നിൽക്കുകയാണ് ആണ്ടാളമ്മയും മറ്റു കുറച്ച് ഗോപികമാരും. ആണ്ടാളമ്മ ആ സഖിയെ അതിസംബോധന ചെയ്യുന്നത് നല്ല കിളിയെപ്പോലെ പാട്ട് പാടാൻ കഴിവുള്ള അതിമനോഹരമായ ശബ്ദമുള്ള ഒരു ഗോപികയാണത്. ആ ഗോപിക അതിരാവിലെ തന്നെ ഭഗവാനെ സ്തുതിച്ച് പാടുകയോ കീർത്തനം ചെയ്യുകയോ എന്തോ ചെയ്യുന്നുണ്ട്. ആ ഗോപിക കതക് പക്ഷേ തുറക്കുന്നേയില്ല. ആണ്ടാളമ്മയും ഗോപികമാരും അതാ വാതിൽപ്പടിയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ആണ്ടാളമ്മ ചോദിക്കുകയാണ്, അതിമനോഹരമായിട്ടുള്ള ശബ്ദമുള്ളവളെ, കിളിയെപ്പോലെ പാട്ട് പാടാൻ കഴിവുള്ള ഗോപികേ, നീ ഇപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണോ? ആണ്ടാളമ്മയുടെ ആ ചോദ്യം ആ ഗോപികയ്ക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എന്നാൽ ഇച്ചിരി ചൊടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ആണ്ടാളമ്മയും സഖിമാരെയും പറയുകയാണ് ആ ഗോപിക, ഓ നിങ്ങളൊക്കെ നല്ലവരായ ആളുകൾ, ഒച്ചയിടല്ലേ, ഇങ്ങനെ ഒച്ചയിടണ്ട, ഞാനിതാ വരുന്നു. ആ ഗോപിക ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക ആയിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടാണ് ആ ഗോപികയ്ക്ക് ദേഷ്യം വന്നത്. ആണ്ടാളമ്മയുടെ കൂടെയുള്ള ഗോപികമാർ പറയാണ്, നിന്റെ സംസാരം വളരെ മൂർച്ചയുള്ളതാണ്, അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഇത് കേൾക്കുമ്പോൾ ആ ഗോപികയ്ക്കും ദേഷ്യം വരികയാണ്. ആ ഗോപിക പ്രതികരിക്കുകയാണ്, നിങ്ങളും വലിയൊരു ആളുകൾ തന്നെയാണ്, എൻ്റെ സംസാരം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും മോശക്കാരൊന്നുമല്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഗോപികയ്ക്ക് തോന്നി, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല ആണ്ടാളമ്മയോടും സഖിമാരോടും. അതുകൊണ്ട് ആ ഗോപിക പറയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനായി തന്നെ ഇരുന്നോട്ടെ, വിട്ടേക്ക്. അങ്ങനെ ആണ്ടാളമ്മ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ഇനിയും പുറത്തു വരാത്തത്? പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നിന്നെ അവിടെ എന്താണ് തടസ്സപ്പെടുത്തുന്നത്? അപ്പോൾ ആ ഗോപിക പറയും, എല്ലാവരും വന്നോ, എല്ലാവരും എത്തിയോ? അപ്പോൾ ആണ്ടാളമ്മ പറയും, പുറത്തിറങ്ങി നീ ഒന്ന് വന്നു നോക്കൂ, എല്ലാവരും എത്തിയിട്ടുണ്ട്, നീയും കൂടെ മാത്രമേ ഞങ്ങളുടെ കൂടെ ചേരാനുള്ളൂ, വേഗം വരൂ, വേഗം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ചില ലീലകളും കൂടി സ്തുതിച്ച് പാടുകയാണ് ആണ്ടാളമ്മ. കുവലയ പീഠത്തിനെ വധിച്ച കഥ. നമ്മുടെ വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ ഭഗവാനിലേക്ക് എത്താൻ, അതിനെ ഒക്കെ ഇല്ലാതാക്കുന്ന ഭഗവാൻ, ഭക്തന് ദാസനായി വരുന്ന ഭഗവാൻ, ഇങ്ങനെയുള്ള ആ ഭഗവാനെ സ്തുതിക്കാൻ നീയും കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആണ്ടാളമ്മ. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള തടസ്സം. പിന്നെ ഈഗോയും. ഇത് രണ്ടിനെയും ഇല്ലാതാക്കുന്ന ഭഗവാൻ. ആ ഭഗവാനെ സ്തുതിക്കാനായിട്ട് വേഗം വരൂ ഗോപികേ എന്ന് പറയുമ്പോൾ ആ ഗോപികയും കതക് തുറന്ന് ഓടിച്ചെല്ലുകയാണ്, നമ്മുടെ ആണ്ടാളമ്മയ്ക്കൊപ്പം ചേരുകയാണ്. അങ്ങനെ 10 സഖിമാരും ചേർന്ന് കഴിഞ്ഞു. ആ 10 സഖിമാരെയും കൂട്ടിയിട്ട് ആണ്ടാളമ്മ ആ ആയിർപ്പടിയിലെ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ കാണാനായിട്ട് പോകുന്ന പാസുരമാണ് 16ാമത്തെ പാസുരം. ഹരേ കൃഷ്ണ.